ചെയ്തൊരു മനുഷ്യനാണ്. എല്ലാവർക്കും വിശപ്പടക്കുക, അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഇത്. ഇപ്പോഴും അതേ അവസ്ഥയിൽ കൂടി തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആനന്ദമായിട്ട് തന്നെയാണ് നമ്മൾ ഈ തൊഴിൽ ചെയ്യുന്നത്. വളരെ സ്വാമിയുടെ അച്ഛൻ പറഞ്ഞേക്കണം, ആദ്യം അന്നമുണ്ടായി അതിന് ശേഷമാണ് മനുഷ്യനുണ്ടായേക്കണേ എന്നാണ്. ഇപ്പോഴും നമ്മൾ അതിൽ വിശ്വസിച്ച അന്നത്തിനെ ഒരു ദൈവത്തെ പോലെ തന്നെ കണ്ട് അതേ ഒരു ക്വാളിറ്റി സ്വാമിക്കുണ്ട്. സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തൊഴിലും ഇത് മേഖല ഇത് തന്നെയായിരുന്നു. ഇപ്പോഴും ആ ആനന്ദത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും ഈ ഒരു പ്രസ്ഥാനം അതിൻ്റെ ഒരൊറ്റൊരു ഇതുകൊണ്ട് മാത്രമാണ്, സ്വാമിയുടെ ഒരൊറ്റൊരു കഴിവുകൊണ്ട് മാത്രമാണ്, നമ്മുടെ സഹപ്രവർത്തകരുടെ കഴിവുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിലെ അക്ഷയ കാറ്ററിങ്സ് 40 വർഷമായി ഈ ഒരു കാറ്ററിംഗ് രംഗത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. വേറെ ആരുമല്ല, കൃഷ്ണയ്യർ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ഹായ് സാർ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സന്തോഷമാണല്ലോ മുഖത്ത്? സന്തോഷമാണല്ലോ. സന്തോഷം എപ്പോഴും ഹാപ്പിയാണ്, പോസിറ്റീവ് അത്രയാണ്. അതാണ് ഏതൊരു മനുഷ്യന്റെ അല്ലേ, ബിസിനസ്സുകാരന് പ്രത്യേകിച്ച്. പോസിറ്റീവ് എപ്പോഴും നെഗറ്റീവിന്റെ ചിന്തകളിലേ വരാൻ പാടില്ല. ഈ അക്ഷയ കാറ്ററിങ്സ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ 40 വർഷമായി. 40 വർഷമായി. 40 വർഷം കഴിഞ്ഞു. 41, 42 വർഷമല്ലേ? എന്താണ് ഈ അക്ഷയ കാറ്ററിങ്സിന്റെ? ഒത്തിരി കാറ്ററിങ്സ് ഉണ്ട്. അക്ഷയയുടെ പ്രത്യേകത എന്താണ്? പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് എനിക്കിതൊരു പാഷനാണ്. ഓക്കെ. ഞാനതൊരു ബിസിനസ്സായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ. നമ്മളിപ്പോൾ വരുന്ന അതിഥികളായാലും ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ക്ലൈൻറ്റ് നമ്മൾ അവർ നമ്മുടെ അതിഥികളായിട്ടുമാണ് അവർ വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു അതിഥി നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യും, ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓഫീസിൽ വന്നാലും അവരുടെ കല്യാണ സ്ഥലങ്ങളിൽ ചെന്നാലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടിനും ഇല്ലാത്ത രീതിയിൽ അവർ പ്രസന്റ് ആയിരിക്കണം. അവർക്ക് ഇത് ചെയ്യുമ്പോൾ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിരിക്കണം. സദ്യയൊക്കെ ഉണ്ടോ? ധാരാളം സദ്യയുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്യണം. ആണല്ലേ? എത്ര ദിവസത്തിന് മുമ്പ് ബുക്ക് ചെയ്യണം? അല്ല, അതായത് ഇപ്പോൾ കർക്കിടക മാസം ആയി തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ബുക്ക് ചെയ്യും. ചിലവർക്ക് കഴിഞ്ഞ വർഷം നോക്കുമ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റാണ്ട് നമ്മൾക്ക് ഓർഡർ ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്ത ടൈമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ചുകൂടി നേരത്തെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തതാണ്. അതെ. പിന്നെ അതുകൂടാതെ പാക്കേജ് ആയിട്ടാണോ? അതായത് നമ്മളിപ്പോൾ ഇത്ര അങ്ങനെയാണോ, അല്ലെങ്കിൽ മിനിമം എത്ര? മിനിമം എന്ന് വെച്ചാൽ 10 നമ്പേഴ്സ് ആണ്. നമ്മൾ എത്ര? 10 പേര്. 10 പേരാണ് നമ്മൾ മിനിമം നമ്പർ ഇതായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് മാക്സിമം എത്രയായാലും ഒരു പ്രശ്നമല്ല. അത് 1000 10,000 എത്രയായാലും, അതായത് കൂടി കഴിഞ്ഞാൽ കുഴപ്പമില്ല, എത്ര കൂടിയാലും കുഴപ്പമില്ല. അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒത്തിരി ഈ രംഗത്ത് ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ? ഒത്തിരി, അതായത് ഈ രംഗത്ത് ഒത്തിരി ആൾക്കാരായിട്ട് കോമ്പറ്റീഷൻ ഫീൽഡാണ്. എങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു നമ്മുടെ അക്ഷയ കാറ്ററിങ്സ്? ഇതിനകത്ത് പ്രധാനമായിട്ടും എന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് വരുന്ന തലമുറയുടെ ആയാലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം. അത് ആരോഗ്യപരമായത്. ഇല്ലാണ്ട് ഞാൻ ഞാനൊരു വർക്ക് ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിലും കുറച്ച് ഞാൻ ചെയ്തു തരാം, അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ സർവീസും നമ്മുടെ എന്താ പറയുക ഡെഡിക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി എല്ലാം നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ്, അതിന് നല്ല ചൂടോടുകൂടി ആ സമയത്ത് അവർക്കത് കറക്റ്റ് ടൈമിൽ സെർവ് ചെയ്യാൻ പറ്റുമ്പോൾ ആണ് നമ്മളത് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിവിടുത്തെ ഇപ്പോൾ കല്യാണത്തിലാണെങ്കിലും എത്ര കൂട്ടം ഐറ്റംസ് ഉണ്ട് നമുക്ക്? അതായത് ചുക്കുവെള്ളം അടക്കം 23 ഐറ്റമാണ്. ഓക്കെ. പിന്നെ ചിലവർ അതിലൂടെ അഡീഷണൽ ബോളി ആഡ് ചെയ്യുന്നവരുണ്ട്. മറ്റേ കൊഴുക്കട്ട എന്ന് പറഞ്ഞിട്ട് പൂർണ്ണം വെച്ച് കൊഴുക്കട്ട, പിന്നെ പരിപ്പ് വട, ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുന്ന പല ചിലർ 3 പായസം വയ്ക്കും. അങ്ങനെ ഇതായിരിക്കും. നമ്മുടെ എത്ര ടൈപ്പ് പായസം ഉണ്ട് നമുക്ക്? നമ്മുടെ ഭാഗത്ത് മൊത്തം 8 ടൈപ്പ് പായസം. 8 ടൈപ്പ് പായസം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കാറ്ററിങ് ഇപ്പോൾ നമ്മൾ ഇതിനകത്തൊരു അസോസിയേഷൻ ഉണ്ടല്ലോ അല്ലേ? നമുക്ക്
ഈ അസോസിയേഷൻ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലേ ഇതിനകത്ത്? അസോസിയേഷനിൽ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് അക്ഷയുടെ ഒരു പ്രത്യേകത ക്വാളിറ്റിയിലാണ്. അതെ, ഇപ്പൊ ഒരു പാഷനാണെന്ന് പറഞ്ഞ് സ്വാമി പറഞ്ഞു. അപ്പോൾ നമ്മള് ആ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക അല്ലേ, അവർക്ക് വരുന്ന കസ്റ്റമറെ നമ്മൾ തൃപ്തിപ്പെടുത്തുക. അതെ, അതായത് കസ്റ്റമർക്ക് പൂർണ്ണമായൊരു സംതൃപ്തി കിട്ടുക. അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം നല്ല ചൂടോടെ, അല്ലെങ്കിൽ തണുത്ത് കൊടുക്കേണ്ടതാണ് ചിട്ടായിട്ട് കൊടുക്കുന്ന ഭക്ഷണം. അങ്ങനെ അവർ കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മനസ്സ് നിറയണം. വയറ് നിറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ മനസ്സ് നിറഞ്ഞിട്ട് ആ സ്വാമി എല്ലാം വളരെ നന്നായി കേട്ടോ, ആ കിട്ടുന്നതാണ് നമുക്ക്. ഒരു സദ്യ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തെക്കാട്ടിലും മൂല്യമുള്ളത് ഈ വാക്കുകളാണ്. അതിപ്പോ സ്വാമി സംസാരിക്കുമ്പോൾ തന്നെ അറിയാം, സന്തോഷം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ നോക്കി അറിയാം. ശരിക്കും നമ്മള് ഒരു കസ്റ്റമർ കഴിച്ചു കഴിഞ്ഞിട്ട് അവര് നല്ല പൂർണ്ണതയോടെയാണ് പറയുന്നത്. സംഗതി എനിക്ക് ആ ഫുഡ് സ്വാമി നല്ല രീതിയിൽ നമ്മുടെ വരുന്ന ഗസ്റ്റുകളെ എങ്ങനെയാണ് അവര് ഡീൽ ചെയ്യുന്നതും പിന്നെ നമ്മൾ കൊടുക്കുന്ന സർവ് ചെയ്യുന്നതും ഇതൊക്കെയാണ് എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മുടെ ടൈമിങ്, ഇതൊക്കെയാണ് അക്ഷയുടെ ഒരു ക്വാളിറ്റി അല്ലേ സ്വാമി? ആ കാര്യത്തില് നോ കോംപ്രമൈസ്. ഇല്ല, നമ്മുടെ എത്തിക്സ് വിട്ടുകൊണ്ട് യാതൊരു അതുപോലെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ല. ഈ വെളിച്ചെണ്ണ തന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ FSSAയുടെ ഇവരുടെയൊക്കെ ഇത് പ്രകാരം ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് 520 രൂപയാണ് 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. കഴിഞ്ഞ വർഷം 195 രൂപയായിരുന്നു വെളിച്ചെണ്ണയ്ക്ക്. അതെ, ഈ നാളികേരം ഇപ്പോൾ രണ്ടെണ്ണം നല്ല കിട്ടുന്ന നാളികേരം കിട്ടും മിനിമം 120 130 രൂപ അതിൽ കൊടുക്കണം. അത് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ അറിയുള്ളൂ നമുക്ക് നല്ലതാണെന്ന്. പിന്നെ ഇലയുടെ ക്ഷാമം 10-15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരില കിട്ടാനില്ല. ഒരു ഞാലിപ്പൂമ്പഴം മേടിക്കണേ 5 രൂപ 6 രൂപ ഏറ്റവും കുറഞ്ഞത് വരും. അത് നമ്മൾ വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതിയല്ലോ മതി അല്ലേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ എന്നാലും നമ്മൾ അതിനകത്ത് കോംപ്രമൈസ് ഇല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്ല, നമ്മള് അക്ഷയുടെ ഒരു ക്വാളിറ്റി അതാണ്. ഇപ്പൊ നമ്മള് അതിനകത്ത് വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മളിതിനകത്തുള്ള അരി അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം. അത് നമ്മളൊരു പാറ്റേൺ ഉണ്ട്. നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്ന ഒരു അരിയാണല്ലോ. അതെങ്ങനെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വീണ വടിയെന്ന് ഈ അരി മട്ടേരി തന്നെ ഉണ്ട വടി 2 ടൈപ്പ് ഉണ്ട്. ഉണ്ടയുടെ അരിക്ക് വേറെ കുറവും വടിയായിട്ടുള്ള അരിക്ക് വില കൂടുതലുമാണ്. നമ്മൾക്ക് വടിയുടെ അരി അതും ഇരിപ്പുഴുക്കായിരിക്കണം. ഒറ്റപ്പുഴുക്കാകുമ്പോൾ പെട്ടെന്ന് വേവും അങ്ങനെയുള്ളത്. പക്ഷെ ഇരിപ്പുഴുക്ക് ഇരുന്നാൽ എന്തു തന്നെ ഒരു ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. അതുപോലെ തന്നെ സ്വാമി നമ്മളിപ്പോ ഒരു 40 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകണം. ഈ 40 വർഷത്തെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ അനുഭവം ഇപ്പോഴത്തെ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? പണ്ടത്തെ പ്രധാനമായിട്ട് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞാനൊക്കെ ജോലിക്ക് ഇറങ്ങിയ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും മെക്കനൈസ്ഡ് അല്ല. നമ്മളൊക്കെ വെച്ചാൽ അന്ന് തൃപ്പൂണിത്തുറ കളിക്കോട്ടയിൽ തേങ്ങ വരണ്ടി കഴിഞ്ഞാൽ ആ മറ്റേ ചിരവി എടുത്തുകൊണ്ട് ചിരവത്തെടുത്ത് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ കൂട്ടുവരെ പോകണം. അവിടെ പോയി തേങ്ങ വരണ്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമോടമുണ്ട്, അവിടുത്തെ തേങ്ങ വരണ്ടി ഇടുക. അത് കഴിഞ്ഞാൽ വീണ്ടും കളിക്കോട്ടയിൽ വന്ന് അവിടെ നിന്നിട്ട് ആട്ടുകളിൽ തേങ്ങ അരച്ചു കൊടുക്കുക. അതുപോലെ ഇങ്ങനെ റിട്ടേറ്റ് ചെയ്തതാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊന്നും വേണ്ടല്ലോ. തീർച്ചയായിട്ടും. പ്രധാനമായിട്ടും ഞങ്ങൾ ഈ 40 വർഷമായിട്ടും ഞങ്ങളുടേതായ തലത്തിൽ താഴേക്കോ മുകളിലേക്കോ അതേ ഇതിൽ പോകുന്നതിന് പ്രധാന കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം നന്നായിട്ടുണ്ടെങ്കിൽ അത് നന്നായിന്ന് ആൾക്കാർ പറയുകയും ചെയ്യും. ചില ഏതെങ്കിലും കറികളിലാവാം പായസത്തിലാവുന്ന അവരുടെ സജഷനുകൾ പറയും. സ്വാമി അതൊന്നുമില്ലെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിച്ചത്ര ആയില്ല, ഇല്ല ഏതെങ്കിലും ഒരു ഉപ്പ് കൂടി, ഇല്ല ഇത്തിരി എരിവ് കൂടി. ഞങ്ങൾ അവരുടെ തർക്കിക്കാനല്ല പോകുന്നത്. അവർ തരുന്ന നമ്മളെ ഒരു വെൽവിഷർ എന്നുള്ള സ്ഥാനത്ത് കണ്ടുകൊണ്ട് അവർക്ക് തരുന്ന ഫീഡ്ബാക്ക് അത് നമ്മൾ ആ ഫീഡ്ബാക്ക് അതേപോലെ ഉൾക്കൊണ്ട് അത് വീണ്ടും ആവർത്തിക്കാതെ
കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ഇതേ രീതിയിൽ നിലനിന്ന് പോകുന്നത്. പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? പ്രധാനമായിട്ടും നമ്മൾ മാക്സിമം ഫ്രഷായിട്ടുള്ളൊരു കിട്ടുന്നത് നോക്കുള്ളൂ. ഞങ്ങളിപ്പോൾ നാളത്തേക്കാണ് സദ്യക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചയാകുമ്പോഴേ അതിനുള്ള പച്ചക്കറിയായാലും സാധനങ്ങളായാലും ഞങ്ങൾ മേടിക്കും. അതെ. പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഊണിക്കുന്ന തൂഷനല്ല, അത് ബ്ലീച്ച് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കുന്ന ഏക സ്ഥാപനം കേരളത്തെ അക്ഷയ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അതിൽ ചിലപ്പോൾ ആ കിടന്ന ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, പലതും ഉണ്ടാവാം. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മുടെ ക്ലയൻറ്റിൻ്റെ നമ്മുടെ ദൈവത്തിന് തുല്യമായിട്ട് അവരെ കാണുന്നത്. അതിഥി ദേവോഭവ എന്ന് പറയുന്നത്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നമുക്ക് എന്തെങ്ങനെയൊക്കെ ചെയ്യാമോ അതിൻ്റെ ഇതെല്ലാം ചെയ്യാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകരും മാക്സിമം ടൈം എല്ലാവരും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കും. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു. പിന്നെ ഞങ്ങൾ തുടങ്ങിയ കാലം തൊട്ടുള്ള എല്ലാ സഹപ്രവർത്തകരും എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അവരും ഞാനും തമ്മിൽ ഇപ്പോഴും ഒരു തൊഴിലാളി മുതലാളി ബന്ധമില്ല. അവരായിട്ടും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൂടപ്പിറപ്പില് ഞങ്ങളൊക്കെ ഒരു കുടുംബമാണ്. അതാണ് ആർക്ക് എന്തു വന്നാലും എല്ലാവരും എല്ലാ കാര്യത്തിലും സഹകരിക്കുക. അല്ല, ഇപ്പോൾ സ്വാമി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സ്വാമിയുടെ സ്റ്റാഫ് ആയിക്കോട്ടെ, ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളമാണ്? എൻ്റെ വൈഫിൻ്റെ സപ്പോർട്ട് വെച്ചാൽ തുടക്കം മുതലേ ഉള്ളതാണ്. ഒരു ഫംഗ്ഷൻ ഇപ്പോൾ വീക്കിലായിക്കോട്ടെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് എത്ര ഫംഗ്ഷൻ വരെ എടുക്കാൻ പറ്റുമോ? നല്ലൊരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ നമ്മൾ. അതിനകത്ത് പല മാനദണ്ഡങ്ങളുണ്ട്. എന്താ കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു 10 കല്യാണം ഞാൻ ഏറ്റുവെച്ചിട്ട് കാര്യമില്ല. പ്രധാനമായിട്ട് എനിക്ക് ഉണ്ടാക്കിയിടാം, സദ്യ എത്ര വേണേ ഉണ്ടാക്കിയിടാം. പക്ഷേ സപ്ലൈ ചെയ്യാനായിട്ട് ഇത് നമ്മൾ തിരിക്കണം, ഓരോ ഇതായിട്ട് തിരിക്കണം. ഇത്ര ഒരു 500 പേരുടെ 1000 പേര് 2000 പേരെ തിരിച്ച് വന്ന് ഈ സാധനം വണ്ടിയിൽ ലോഡ് ചെയ്ത് ഇത് അവിടെ കൊണ്ട് ഇറക്കി സെർവ് ചെയ്ത് അതിന് നമുക്ക് പറ്റിയ അത്രയും സർവീസ് ബോയ്സ് നമുക്ക് കിട്ടിക്കോളുന്നില്ല. തീർച്ചയായിട്ടും ഊണ് ആസ്വദിച്ച് കഴിക്കാനുള്ള അതെങ്ങനെ കഴിക്കണമെന്ന് ഉള്ള അറിവുള്ളവർ കുറവാണ്. തീർച്ചയായിട്ടും അതെ. ജസ്റ്റ് വന്നിരിക്കുക, ചില സ്ഥലങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് കഴിയുമ്പോൾ അതിനുള്ളതാണ്. ഈ ഓലെന്ന് പറഞ്ഞാൽ അതിനാണ് മെയിൻ ശരിക്കും സദ്യ. എന്നുവെച്ചാൽ ഈ നമ്മളിപ്പോൾ പച്ചരി കൂട്ടി ഭക്ഷണം കഴിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പച്ചരിയുടെ ടേസ്റ്റ് വായിന്ന് പോകണമെങ്കിൽ കുറച്ച് ഓലെടുത്ത് വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ പച്ചരിയുടെ ടേസ്റ്റ് മാറും. അതിൻ്റെ കൂട്ടുകറി എടുത്ത് കഴിച്ച് ഈ ഓലൻ എന്ന് പറഞ്ഞ സാധനമേ ശരിക്കും ഓരോ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം പോയിട്ട് കൈ കഴിട്ട് വരാൻ പറ്റുമോ ഇരുന്നേരം. അപ്പോൾ അതിനുള്ളൊരു ഇതുകൂടിയാണത്. കറിയെന്നല്ല, എന്നാലും കറിക്കപ്പുറം അതിനങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട്. അത് പലർക്കും അറിയില്ല. അത് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക്, നമ്മൾ ഈ ചാനൽ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് സദ്യ കഴിക്കുന്ന ഒരു രീതി സ്വാമി പറഞ്ഞപ്പോൾ അല്ലേ, അതിന്റെ ആ ടേസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മറ്റുള്ള ഐറ്റംസിന്റെ നമുക്ക് ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പോ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ സ്വാമി, നമ്മള് പായസം കഴിച്ചു കഴിഞ്ഞാൽ മട്ടി കഴിഞ്ഞാൽ അച്ചാറ് തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാനുള്ള അതേപോലെ തന്നെയാണ് ഇതും അല്ലേ? അതെ. ഇതിന് ഡിഫറെന്റ് ഈ ഓരോ ടേസ്റ്റും ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കണം. അത് കഴിഞ്ഞാൽ മറ്റുള്ള കറികളൊക്കെ എങ്ങനെയാണ്? അത് ഇത് തന്നെ ഓലൻ ഇടക്കിടക്ക് കഴിക്കണമെന്നുണ്ട്, അങ്ങനെയാണ്? അതിപ്പോ ജസ്റ്റ് ഇപ്പൊ അവിയൽ കൊട്ടി ചോറ് കഴിച്ചു ശരിക്കും കഴിക്കണതിന് കുറച്ച് ഓലനെടുക്കുക, അത് കഴിച്ചിരിക്കും. നമ്മുടെ ആ രസമുകുളങ്ങളെ കംപ്ലീറ്റ് അത് ഇത് ചെയ്തുകൊണ്ട് ഈ ഓലൻ പിന്നെ അതും രസമുകളെ വീണ്ടും ഇത് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അക്ഷയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചു. ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഡിജിറ്റൽ യുഗമാണല്ലോ, പുതിയതായിട്ട് വരുന്ന തലമുറയ്ക്ക് അവർക്ക് കൊടുക്കാവുന്ന നമ്മുടെ ഡ്രീം മീഡിയ ചാനലിലേക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് സാമിയുടെ ഭാഗത്തുനിന്ന് എന്താണ്? പിന്നെ എനിക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അരിയായാലും പച്ചക്കറി ആയാലും ബാക്കി എന്തെല്ലാം സാമഗ്രികളായാലും അതിൻ്റെ വില നോക്കി വില കൂടുതലാണ് ഒഴിവാക്കി വില കുറഞ്ഞ സാധനങ്ങൾ, അതായത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ മേടിച്ച് ഭക്ഷണം പാചകം ചെയ്ത്
കൊടുക്കാതിരിക്കുക, ഒന്നാമത്തത്. പിന്നെ ഒന്ന്, ഏത് കാറ്ററിംഗ് നടത്താൻ ആര് വേണി വന്നോട്ടെ, അവരുടെ പാഷൻ്റെ അവർ ചെയ്തോട്ടെ, ഒന്നും പ്രശ്നമില്ല. പക്ഷെ അതൊക്കെ നല്ല ഗുരുക്കന്മാരത്തു നിന്ന് നല്ല രീതിയിൽ അത് പഠിച്ച ശേഷം സ്വന്തമായിട്ട് ആ ബിസിനസ്സിലേക്ക് പോവുക. അപ്പോൾ നമുക്കുള്ള ഗുണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന, നമ്മൾ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിനൊരു പേര് വരും. ആൾക്കാർക്ക് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വർക്ക് കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് കൊണ്ടുപോകാനും ഇതൊക്കെ പറ്റും. അപ്പോൾ എപ്പോഴും നല്ല രീതിയിൽ, നല്ല വില ഇത് നോക്കാണ്ട്, അതിൻ്റെ ലാഭം നോക്കാണ്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് നൽകുക. അതാണ് ഏറ്റവും വലിയൊരു ഇത്. പിന്നെ എന്ന് വെച്ചാൽ അതിനകത്ത് വേറൊരു, ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഔട്ട്ലെറ്റുകൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയുണ്ട്, തിരുവാങ്കുളത്തുണ്ട്, ചോറ്റാനിക്കലുണ്ട്. അവിടെയൊക്കെ സദ്യയുടെ ഇത് എല്ലാ ദിവസവും, സദ്യയുടെ കറികളും പായസവും എല്ലാം എല്ലാ ദിവസവും കിട്ടും. പിന്നെ തൃപ്പൂണിത്തുറയുള്ള സ്ഥലത്താണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാവും. വൈകുന്നേരമായ നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ്, ദോശ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്യുന്ന ധാരാളം ആൾക്കാർ വേറെയും കണ്ടുകൊണ്ട് ചിലതിൽ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതൊക്കെ തോന്നാം. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കത് മുഴുവനും ഒരു ബിസിനസ് രീതിയിലേക്ക് മാറിയൊരു ഫീലാണത് വരുന്നത്. അങ്ങനെ വരാൻ പാടില്ല. ഞാനിപ്പോൾ ചെറിയൊരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം കൊണ്ട് എൻ്റെ മനസ്സൊന്ന് അറിയണം. അങ്ങനെ ഒരു ദൈവാനുഗ്രഹത്തോടു വേണം എല്ലാവരും ഇത് ചെയ്യുവാനായിട്ട്. ഇത് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്.